താരസംഘടനയായ അമ്മയെ ഇനി 4 പെണ്ണുങ്ങൾ നയിക്കും. അമ്മ എന്ന താരസംഘടന രൂപം കൊണ്ടിട്ട് 3 പതിറ്റാണ്ടായിരിക്കുന്നു. അമ്മയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ അധികാരമേറ്റു. പുരുഷ മേധാവിത്വത്തിന്റെ കൂത്തരങ്ങായ മലയാള സിനിമയിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രസിഡന്റാകാൻ മത്സരിച്ച ശ്വേതയ്ക്കെതിരെ ചിലർ ചീമുട്ട എറിഞ്ഞിരുന്നു. അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തും വ്യക്തിഹത്യ ചെയ്തും മാനം കെടുത്തിയും തളർത്താനും പിന്തിരിപ്പിക്കാനും അവർ ശ്രമം നടത്തിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടായിരുന്ന ജഗദീഷ് പിന്മാറിയതോടെയാണ് കേട്ടാലറയ്ക്കുന്ന ആരോപണങ്ങളുമായി ചിലർ രംഗത്തെത്തിയത്. അവർ നൽകിയ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ശ്വേത അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു. അടുത്തിടപഴകി അഭിനയിച്ച രംഗങ്ങൾ വെബ്സൈറ്റുകളിൽ പ്രചരിക്കുന്നു. എന്നാൽ ഈ സദാചാരവാദികൾ അശ്ലീലമെന്ന് ചൂണ്ടിക്കാട്ടിയ സിനിമയിലൂടെ ശ്വേതയ്ക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. ഇവർ പറഞ്ഞ സിനിമകളിലെല്ലാം തന്നെ ഒരു പുരുഷനും അഭിനയിച്ചിരുന്നു. ശ്വേത മാത്രമല്ല അഭിനയിച്ചത്. അതോടെ നടന്മാർക്കില്ലാത്ത പ്രശ്നം ശ്വേതയ്ക്ക് മാത്രമായി എങ്ങനെ വന്നു എന്ന ചോദ്യം ഉയർന്നു. എതിരാളികൾ എന്തുതരം വൃത്തികെട്ട കളികളിച്ചെങ്കിലും ശ്വേത പിന്മാറാൻ തയ്യാറായില്ല. 159 വോട്ടുകൾ നേടി ശ്വേത വിജയിക്കുക തന്നെ ചെയ്തു. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദേവന് 132 വോട്ടുകളാണ് ലഭിച്ചത്. അമ്മയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ച മുരളിക്കും മധുവിനും ഇന്നസെന്റിനും മോഹൻലാലിനും പിന്നാലെയാണ് ആ സ്ഥാനം അലങ്കരിക്കാൻ ശ്വേതയും എത്തുന്നത്. വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തിരഞ്ഞെടുക്കപ്പെട്ടു. അൻസിബയും കൂടി നേതൃസ്ഥാനത്ത് എത്തിയതോടെ ശ്വേതയ്ക്ക് ഇടതും വലതുമായി കരുത്തു പകരാൻ സ്ത്രീകളായി. അങ്ങനെ 4 പെണ്ണുങ്ങൾ അമ്മയുടെ അധികാര സ്ഥാനത്തെത്തിയിരിക്കുന്നു. അധികാരത്തിലേറിയ ശ്വേത മലയാള സിനിമാ ചരിത്രത്തിൽ ഈ മാറ്റങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച അതിജീവിതയ്ക്കൊപ്പമാണെന്ന് അറിയിക്കുകയും ചെയ്തു.